ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ടീച്ചറമ്മ സീരിയലിൻ്റെ നെക്സ്റ്റ് വീക്കിലെ ഫുൾ പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ അടുത്ത ആഴ്ച വളരെ നിർണായകമായിട്ടുള്ള എപ്പിസോഡ്സിൻ്റെ നല്ല അടിപൊളി ഭാഗങ്ങളാണ് കേട്ടോ. നമ്മുടെ സീരിയൽ അങ്ങനെ ക്ലൈമാക്സിലൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സന്തോഷ് എഴുതിയ ആ ഒരു പുസ്തകം നമ്മുടെ കൃഷ്ണചന്ദ്രൻ മാഷിന് വായിക്കാൻ വേണ്ടി കൊടുക്കുന്നുണ്ട് നമ്മുടെ വീണ. അത് വായിക്കുമ്പോൾ കൃഷ്ണചന്ദ്രൻ മാഷ് പറയുന്നുണ്ട്, ഓ എന്ത് ഭംഗിയായിട്ടാണ് ജീവിതം നല്ല മനോഹരമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. ഈ ബുക്ക് എത്ര പ്രാവശ്യം വായിച്ചത് എനിക്ക് തന്നെ അറിയില്ല വീണ എന്നൊക്കെ പറയണം. അപ്പൊ വീണ നമ്മൾ കൃഷ്ണചന്ദ്ര മാഷിനോട് സംസാരിക്കണം. അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് കേട്ട് നമുക്ക് തോന്നും വീണ എന്തോ സന്തോഷിനോട് യെസ് പറയാൻ പോവാണ്, ഡിവേഴ്സ് പിൻവലിക്കാൻ പോവാണെന്നൊക്കെ നമുക്ക് തോന്നും. അത് തോന്നല് മാത്രമാണ് കേട്ടോ. അങ്ങനെ കനിയുടെയും ജോണിന്റെ വിവാഹം എത്രയും പെട്ടെന്ന് നടത്താൻ വേണ്ടി തന്നെ സരസ്വതി തീരുമാനിക്കുകയാണ്. അങ്ങനെ ലക്ഷ്മി വരുന്നുണ്ട് വിവാഹം പെട്ടെന്ന് ചടപടേന്നാക്കാനായിട്ട്. അങ്ങനെ ലക്ഷ്മിയും വരുവാണ്. അപ്പൊ ജോണിന്റെയും അതുപോലെ തന്നെ കനിന്റെയും വിവാഹം നടത്താൻ വേണ്ടിയിട്ട് മേരിക്കുട്ടി ടീച്ചറും അതുപോലെ തന്നെ സരസ്വതിയും വല്യച്ഛനും വല്യമ്മാവനൊക്കെ സമ്മതിച്ച് എല്ലാവരും നല്ല സന്തോഷത്തോടെ ഇരിക്കുന്ന സമയത്താണ് ജോണിന്റെ ബന്ധുക്കള് അങ്ങ് പുറത്ത് യൂറോപ്പിയെന്ന് വരുന്ന കേട്ടോ. അവർക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം കാസ്റ്റ് വേറെയാണ്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് താല്പര്യമില്ല. പ്രത്യേകിച്ച് ഈ കനിക്ക് അച്ഛനും അമ്മ അങ്ങനെ കുടുംബം അങ്ങനെയൊന്നും പ്രത്യേകിച്ചൊന്നും ഇല്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു പെണ്ണിനെ നമ്മുടെ ജോണിനെ വിവാഹം കഴിപ്പിച്ച് കൊടുക്കണം. നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരു ഒറ്റക്കാലി നിൽക്കാണ്. മേരി പറയുന്നുണ്ട്, എന്റെ മോൻ സമ്മതിച്ചു, എനിക്ക് സമ്മതമാണ്. ഞങ്ങളൊരു പെൺകുട്ടിയുടെ സ്വഭാവം ആ പെൺകുട്ടിയുടെ കാര്യങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ, ജാതിയും മതവും ഒന്നും ഞങ്ങൾക്ക് പ്രശ്നമല്ല. അപ്പൊ അവരുടെ ബന്ധുക്കൾ പറയുന്നുണ്ട്, ഇല്ല എന്തൊക്കെ സംഭവിച്ചാലും ജോണിന്റെയും ആ കനി എന്ന് പറഞ്ഞ പെണ്ണിന്റെ വിവാഹം നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ലെന്ന് പറയണം. അതേസമയം സുജിയുടെയും രജിയുടെയും വിവാഹം ഉറപ്പിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. പക്ഷെ സുജിയുടെ അച്ഛൻ വെള്ളം അടിച്ചു വന്നിട്ട് സുജിയെടുത്ത് പറയുന്നുണ്ട്, എടി കുരുത്തം കേട്ടവളെ, നീ ആ പയ്യനെ വിവാഹം കഴിക്കാൻ പോവാണോ, അതോ എന്നോട് സമ്മതം ചോദിക്കാതെ? ഇല്ലടി, നടത്തില്ലടി, ഒരിക്കലും ഞാൻ നടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് സുജിയുടെ അനിയത്തി ആകെ പേടിച്ച് നിലവിളിച്ച് കരയാട്ടോ. സുജി അനിയത്തിനെ ചേർത്ത് പിടിക്കുന്നുണ്ട്. ആ സമയത്താണെങ്കിൽ അച്ഛൻ കള്ളു കുടിച്ചിട്ട് വീട്ടിലെ സാധനങ്ങളൊക്കെ തട്ടിത്തെറിപ്പിച്ച് പൊളിച്ച് നിലത്തേക്കിട്ട് നശിപ്പിക്കുക കേട്ടോ. സുജി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കനിയുടെയും ജോണിന്റെയും അതുപോലെ തന്നെ സുജിയുടെയും രജിയുടെയും വിവാഹം ഒരുമിച്ച് നടത്താൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ ഇവർ തീരുമാനിക്കുന്നത്. അപ്പൊ വീണക്കാണെങ്കിൽ ഇവരുടെ വിവാഹത്തിന്റെ ദിവസം അടുത്ത് വരും തോറും വീണക്ക് ആകെ വിഷമം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ജോണിനെ തനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആ ഒരു നഷ്ടബോധം നമ്മുടെ വീണക്ക് നന്നായിട്ടുണ്ട്. അപ്പൊ വീണ വീണ്ടും ഡബിൾ സ്റ്റാൻഡിലേക്ക് കയറിയിരിക്കുക കേട്ടോ. അതായത് ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും വീണ സന്തോഷമായിട്ട് ഒന്നിക്കുമെന്ന്. പക്ഷെ അങ്ങനെയല്ല. വീക്കെൻഡ് പ്രൊമോയിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്, ജോണിനെ വീണ്ടും പോയി കെട്ടിപ്പിടിക്കുകയാണ് വീണ. ഇല്ല, എനിക്ക് ജോണേട്ടനില്ലാതെ പറ്റില്ല, എനിക്ക് ജോണേട്ടനില്ലാതെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ പൊട്ടിക്കരയാണ്. അപ്പൊ ജോൺ വീണനെ മാറ്റി നിർത്തി പറയുന്നുണ്ട്, വീണെ ഞാൻ നിന്റെ അടുത്ത് പലവട്ടം ചോദിച്ചു, ഈ ഡബിൾ സ്റ്റാൻഡ് നല്ലതല്ല. നീ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിന്റെ കഴുത്തിൽ താലി കെട്ടിയാനെ. നീ ഇപ്പോ എനിക്ക് വേണ്ടി നീ കാത്തിരിക്കേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് ഞാൻ കനിയായിട്ടുള്ള വിവാഹത്തിന് സമ്മതിച്ചത്. ഇനിയിപ്പോ ആ വിവാഹം വേണ്ടെന്ന് വെക്കാൻ എനിക്ക് സാധിക്കില്ല. കനിക്ക് ആഗ്രഹം കൊടുത്തുപോയി. കനി ഒരു പെൺകുട്ടിയാണ്, അവൾക്കും ആഗ്രഹവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അവളുടെ കാര്യം നിനക്ക് നന്നായിട്ട് അറിയാലോ. ചെറുപ്പം തൊട്ട് നഷ്ടങ്ങൾ മാത്രമേ അവൾക്ക് ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഞാനായിട്ട് അവൾക്ക് ഇനി ഒരു നഷ്ടവും വരത്തില്ല. ഞാനായിട്ട് ഒരിക്കലും അവൾക്ക് നോ പറയില്ല. ഞാൻ ഒരു സമയത്ത് ഒരു പ്രാവശ്യം യെസ് പറഞ്ഞ പെൺകുട്ടിയാണ് കനി. അവളത്തിന് നോ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും വീണയും നീയും തമ്മിൽ എന്താണ് വ്യത്യാസം? അതുകൊണ്ട് എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വീണനെ മാറ്റി നിർത്താണ് ജോണ്. വീണക്കും എന്ത് ചെയ്യണമെന്ന് അറിയില്ല. സന്തോഷവും ഇല്ല ജോണും ഇല്ലാത്ത അവസ്ഥയിൽ വീണ അങ്ങനെ നിൽക്കുകയാണ്. അതേസമയം നമ്മുടെ സരസ്വതിയുടെ ഭർത്താവായിട്ടുള്ള ആ ജയിൽ പുള്ളി വീണ്ടും വരുവാണ് സരസ്വതിയുടെ അടുത്തേക്ക്, കൃഷ്ണചന്ദ്ര മാഷിനെ അവിടെ നിന്ന് വലിച്ച് പുറത്തിടാൻ വേണ്ടി. പക്ഷെ അയാളുടെ പ്ലാനിങ് ഒന്നും നടക്കില്ല. അപ്പോഴേക്കും നമ്മുടെ വിഷ്ണു വരുന്നുണ്ട്. വിഷ്ണു കൈയോടെ പൊക്കി പോലീസ് സ്റ്റേഷനിലാക്കിയിട്ട് നമ്മുടെ പരോൾ അങ്ങോട്ട് ക്യാൻസൽ ആക്കാണ്. പരോളിന് 2 ആഴ്ചത്തേക്ക് ഇറങ്ങിയെങ്കിലും 2 ദിവസം കഴിയുമ്പോഴേക്കും പരോളും വെട്ടി വീണ്ടും ജയിലിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ മാത്രമേ വീക്കെൻഡ് പ്രൊമോ ആയിട്ട് കാണിച്ചിട്ടുള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.